ഇന്ന് അഞ്ചാം താലപ്പൊലിയോടനുബന്ധിച്ച് നമ്മളുടെ ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് വിത്ത് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. വട്ടിപ്പറ സമർപ്പണം എന്നാണേ പറയാറ്. കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളുടെ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ആനാപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും ചെണ്ടമേള വാദ്യത്തോടു കൂടി താലവും ഇതൊക്കെ ആയിട്ട് കാൽനടയായിട്ടാണ് കേട്ടോ എല്ലാവരും വരുന്നത്. മുൻകൂട്ടി അറിയിച്ചിരുന്നത് പോലെ തന്നെ എല്ലാവരും സെറ്റും മുണ്ടും മജന്ത ബ്ലൗസും ഒക്കെ ഇട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇതേപോലത്തെ ഈ ഒരു ചടങ്ങിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ്. എനിക്കൊക്കെ ഇതിനൊന്നും പോകാനുള്ള അവസരം കിട്ടിയില്ല കേട്ടോ. ജോലിക്ക് വന്ന കാരണം ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കാനുള്ളൊരു അവസരമൊന്നും കിട്ടുന്നില്ല. എന്നാലും ഞാനിത് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് താലം വരുന്ന നേരം നോക്കി വന്ന് നിന്നിട്ടാണ് ഇതെല്ലാനും ഒന്ന് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ താലസമർപ്പണം നമ്മളുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര മൈതാനിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. ഇനി അമ്പലം ഒന്ന് വലം വെച്ച് അവിടെ നമ്മൾ ഈ ഒരു കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം വേണ്ട വിത്ത് സമർപ്പിച്ച് ദേവിയുടെ നിവേദിച്ച അപ്പവുമായിട്ട് തിരിച്ച് ആനാപ്പുഴ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. ഭഗവതിയുടെ പ്രസാദമായ അപ്പവുമായി വന്നതിന് ശേഷം ഇവിടെ ഭക്തജനങ്ങളുടെ ഒരു കലം പൂജയും കൂടി ഉണ്ടായിരിക്കുന്നു കേട്ടോ. ഒരു പായസ സമർപ്പണം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പം വട്ടിപ്പുറ സമർപ്പിച്ച് എല്ലാവരും ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മളുടെ കുറച്ച് പൂജകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നടക്കൽ ഒരു പന്തീനാഴിക വഴിപാടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട തയ്യാറെടുപ്പൊക്കെ ഇവിടെ ക്ഷേത്ര മൈതാനത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അതിന് വേണ്ട കാത്തിരിപ്പിലായിരുന്നു കേട്ടോ. ഞാനപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞെല്ലാനും വന്നിട്ട് കലം പൂജയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് ഒരുപാട് ആൾക്കാരില്ല കേട്ടോ. ഇന്ന് കലം പൂജ വെക്കാനുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ കുറവായിരുന്നു. കാരണം ഒരുവിധം എല്ലാവരും താലസമർപ്പണത്തിന് ഇതായിട്ട് അമ്പലത്തിലോട്ട് പോയേക്കാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരെ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ ഇതെല്ലാനും വീഡിയോ എടുക്കാൻ പോയ നേരത്തെ ഇവിടെ അടുപ്പിൽ തീയെല്ലാനും കത്തിച്ചൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇത് നമ്മളുടെ ചേച്ചിമാരാണ്, വെല്ലിച്ചൻ്റെ മക്കളാണ്. അങ്ങനെ അവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടാണ് കേട്ടോ പൂജയ്ക്കെല്ലാനും വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും തീയും ഇതെല്ലാനും കത്തി നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അരിയൊക്കെ കഴുകിയൊക്കെ ഇനി പായസമൊക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്നവരെ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരിക്കും കേട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാനും 2 നിരയിൽ മൊത്തം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എന്താണാവോ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലേ. അപ്പോൾ ഇവിടെ നമ്മളുടെ അരിയെല്ലാനും തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി അരിയൊക്കെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തന്നെ ശർക്കര ഉരുക്കിയും അതേപോലെ തന്നെ നാളികേരം എല്ലാനും കൊത്തി വറുത്തും ഒക്കെ ചെയ്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ടൊക്കെ വരും. അപ്പോൾ ചേച്ചിമാർ 2 പേരും അരിയുടെ വേവെല്ലാനും നോക്കിയിട്ടുണ്ട് കേട്ടോ. പല ആൾക്കാരും പല അരികളായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. ചില ആൾക്കാർ അമ്പലപ്പച്ച അരി കൊണ്ടുവരും, കുറച്ച് പേര് പച്ചരി ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും അരിയുടെ വേവെല്ലാനും പല വിധമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ ഇവിടെ അരിയെല്ലാനും ഒന്ന് വെന്തൊക്കെ വന്നതിന് ശേഷം അതിലേക്ക് നാളികേരവും ശർക്കര നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിയെല്ലാനും നന്നായിട്ട് തിളച്ച് പകുതി വേവായി കഴിഞ്ഞപ്പോൾ ചേച്ചി ചിരണ്ടി കൊണ്ടുവന്ന നാളികേരം എല്ലാനും അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാളികേരവും പഴവും ചേർത്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിപിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് താലസമർപ്പണത്തിന് പോയവർക്കും ഇതേപോലെ തന്നെ കലംപൂജയ്ക്ക് വന്നവർക്കും എല്ലാവർക്കും നമ്മളുടെ അമ്പലത്തിൽ തന്നെ കൊള്ളി പുഴുങ്ങിയതും ചമ്മന്തിയും നല്ല ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ ഇത്. ഇതേപോലെ എല്ലാവരും ഇതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ചേച്ചിക്ക് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ കൊള്ളി അങ്ങനെ വലിയ താല്പര്യമല്ല. അപ്പോൾ ചേച്ചിമാർ ഇവിടെ ഇരുന്നുകൊണ്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചുക്ക് കാപ്പിയും ഒരു പ്രത്യേക രസമുണ്ടോ. ഇപ്രാവശ്യത്തെ ചമ്മന്തി നല്ല സൂപ്പർ ചമ്മന്തി ആയിരുന്നു, നല്ല പുളിയൊക്കെ ആയിട്ട്. എന്തോ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി കൂട്ടം കൂടിയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഫീലായിരിക്കുമല്ലേ. എല്ലാവരും കഴിക്കും, മക്കളെല്ലാവരും അവിടെ ഓടി നടന്ന് കൊള്ളി ഇതെല്ലാനും കഴിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പായസം ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ വനദുർഗ ചക്കാമ്പറമ്പിൽ ഭഗവതിയുടെ മുമ്പിലാണ് കേട്ടോ ഈ ഒരു പായസ സമർപ്പണം ചെയ്തേക്കുന്നത്. നമ്മളുടെ ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ പന്തീനാഴികയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അമ്പലത്തിൽ നിവേദിക്കുന്ന പായസത്തിൻ്റെ പങ്കും വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചേച്ചി ശർക്കര എല്ലാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്ന് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റിയതായി വന്നിട്ടൊക്കെ വേണം നമ്മളുടെ പായസത്തിൻ്റെ ഇതെല്ലാം നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ കാണിക്കുന്ന ഭാഗത്തിലാണ് ഇതൊക്കെ ആക്കി റെഡിയായി വരുന്നത്. നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചേച്ചിനെ സഹായിക്കാനായിട്ട് മാത്രമാണ് കേട്ടോ കൂടെ ഇരുന്നത്. ഒരാൾ ചെയ്യുമ്പോൾ ആൾ തന്നെ ചെയ്തോട്ടെ എന്ന് കരുതി. പിന്നെ ചേച്ചിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. പുള്ളിക്കാരത്തേക്ക് തന്നെ എല്ലാം ചെയ്യുന്നതിനോടാണ് കേട്ടോ താല്പര്യം. ഞാനിങ്ങനെ ചേച്ചിക്ക് തീയെല്ലാനും കത്തിച്ചൊക്കെ കൊടുത്ത് സഹായിച്ച് അങ്ങനെയാണ് കേട്ടോ നിന്നത്.
പിന്നെ നമുക്ക് എപ്പോഴും ചേച്ചിമാരും അവരെല്ലാം ചെയ്യണതൊക്കെ കണ്ട് ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്ത് നിൽക്കാനായിരിക്കുമല്ലോ ഒരിഷ്ടം. ഞാനും ആ ഒരു കൂട്ടത്തിൽ പെടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും ചേച്ചിയും ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പായസം എല്ലാം റെഡിയായൊക്കെ കഴിഞ്ഞ് ഇനി അമ്പലത്തിൽ നിന്ന് ശാന്തി വന്ന് നമ്മളുടെ ഇതിലൊന്ന് പൂജിച്ച് എല്ലാവരും ഉണ്ടാക്കിയ പായസത്തിൽ നിന്നും ഓരോ തവി പായസം നമ്മളുടെ അമ്പലത്തിൽ വെക്കാനുള്ള പായസത്തിലും കൂടി എടുക്കും കേട്ടോ. അപ്പോൾ അതൊരു നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണുള്ള. അങ്ങനെ ശാന്തി വന്നിട്ടുണ്ട് വഴിപാടെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇതിലേക്ക് നമ്മളുടെ പായസം പൂജിച്ച് ഒന്ന് ഇതാക്കി തരും. അപ്പോൾ അതാണ്ട് കലംപൂജയൊക്കെ ഉള്ളൊരിതും. അപ്പോൾ നമ്മളുടെ കലംപൂജയുടെ ആ ഒരു ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയായ കാരണം ഞാനെടുത്ത വീഡിയോസ് ഒന്നും ക്ലിയർ അല്ല എന്ന് എനിക്കറിയാം. ഫേസും കാര്യങ്ങളും ഒന്നും ക്ലിയർ അല്ല. പക്ഷെ എന്നാലും ഈ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാനായിട്ടൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഈ വീഡിയോസ് അത്ര വലിയ നന്നായിട്ടില്ലെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. രാത്രി ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ അധികം വെട്ടവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൂജിച്ചെല്ലാനും കഴിഞ്ഞ് ഇനി നമ്മൾ ഈ പായസം എല്ലാനും പേപ്പറിലെല്ലാനും പൊതിഞ്ഞ് ബിഗ് ഷോപ്പറിലാക്കിയിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ എല്ലാനും ചെയ്തത്. അതൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴേക്ക് നമ്മളുടെ അമ്പലത്തിൽ വെച്ച് പന്തിനഴികയുടെ വിതരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാനും വാങ്ങിയിട്ട് തിരികെ വീട്ടിൽ വന്നിട്ട് രാത്രി തന്നെ ജസ്റ്റ് നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് രുചിച്ച് നോക്കണമല്ലോ. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാനും കാര്യങ്ങളൊക്കെ എടുത്തത്. ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 11 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അമ്പലത്തിൽ നിന്ന് വരാനായിട്ട് വൈകി. അത് ഓരോ കൊല്ലവും ഓരോ ടൈമായിരിക്കുള്ളൂ. കറക്റ്റ് ഒരു സമയമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീടെത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 11:30 ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.